നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയാം. മാഹിയിലെ ഒരു പുഴയുടെ പേര് പറഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാഹിയിലെ ഒരു സ്കൂളിൻ്റെ പേര് പറഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാഹിയിലെ ഒരാളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാഹിയിലെ ഒരു ഇനീഷ്യൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുമായിട്ടൊക്കെ നിങ്ങൾക്കൊക്കെ എന്തോ ഓർമ്മകൾ കൊളുത്തിയിട്ടിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരേ നൊസ്റ്റാൾജിയുള്ള ഒരേ ഓർമ്മകൾ പങ്കിടുന്ന മനുഷ്യരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പണ്ട് നമ്മളെ വീട്ടിൽ 4 കുട്ടികളാണ്. പാപ്പയും ഉമ്മയും. പാപ്പ പകല് വീട്ടിൽ ഉണ്ടാവില്ല, ഉമ്മയും ഞങ്ങൾ 4 കുട്ടികളും ഉണ്ടാവും. അപ്പം നല്ല മഴയും ഇടിയും ഒക്കെ ഉള്ള സമയത്ത് ഇടി പൊട്ടുമ്പോൾ നമുക്കൊക്കെ പേടിയാവും. നമ്മൾ 4 റൂമിൽ പേടിയാവും എന്ന് ഉമ്മക്ക് അറിയുന്നുണ്ട്. ഉമ്മ എല്ലാവരെയും ഉമ്മാൻ്റെ അടുത്തേക്ക് വിളിക്കും. ഉമ്മാൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് ഉമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കും. 4 ആളും ഉമ്മയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്തും പുറത്ത് ഇടി പൊട്ടുന്നുണ്ടാവും. പക്ഷെ നമുക്ക് പേടിയുണ്ടാവില്ല. ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ നമുക്ക് നല്ല പേടിയായിരുന്നു. ഉമ്മയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് പേടിയില്ല. ഇതേപോലെ മാഹിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കെട്ടിപ്പിടിക്കുന്ന ഒരു തണലിൻ്റെ പേരാണ് മാഹി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ. നിങ്ങളെ പേടിക്കാതെ നിർത്തുന്ന ഒന്നാണ്. ഏതൊക്കെയോ ഭയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസമാകുന്ന ഒരു തണൽ മരത്തിൻ്റെ പേര്. നിങ്ങൾ ആദ്യമായി ഗൾഫിലേക്ക് ജോലിക്ക് വേണ്ടി യാത്ര ചെയ്ത ഒരു ദിവസമില്ലേ? ആദ്യമായി ഗൾഫിലേക്ക് ജോലിക്ക് വേണ്ടി യാത്ര ചെയ്ത ദിവസം. എല്ലാവരോടും യാത്ര പറഞ്ഞ് കുടുംബക്കാരെയൊക്കെ പോയി കണ്ട് യാത്ര ചോദിച്ച് കുറേ വർഷങ്ങൾ ഇവിടെ നിൽക്കാൻ വേണ്ടി തയ്യാറായി സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് സങ്കടപ്പെട്ട് പുറപ്പെട്ട് എയർപോർട്ടിലേക്ക് എത്തി വിമാനം കയറി നിങ്ങൾ ആദ്യമായി ആ ഗൾഫ് രാജ്യത്തെത്തിയ ഒരു നിമിഷം, വിമാനം ഇറങ്ങിയ നിമിഷം. ഖത്തറിലാകാം, കുവൈത്തിലാകാം, ദുബൈയിലാകാം. ആ ഇറങ്ങിയ നിമിഷം ആ എയർപോർട്ടിൽ നിങ്ങൾ കാണുന്ന മുഖങ്ങളെല്ലാം അപരിചിതമായ മുഖങ്ങൾ. നമുക്കൊരു പരിചയമില്ലാത്ത ഒരു മണ്ണിൽ വന്നിറങ്ങിയ നിമിഷം. നമുക്കൊരു പരിചയമില്ലാത്ത കാര്യങ്ങളാണ് അന്ന് സംഭവിക്കുന്നതൊക്കെ. അവിടെ കാണുന്ന ഒരാളെ നമുക്ക് അറിയില്ല. അത്രയും ഭയവും നാട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ വിരഹവും സങ്കടവും പേടിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ മനസ്സിൽ ആശ്വാസമായിട്ടുള്ളത് ഒരൊറ്റ കാര്യം, ഒരേ ഒരു കാര്യം. ആ ആൾക്കൂട്ടത്തിൽ തനിച്ചു നിൽക്കുന്ന നമുക്ക് ആശ്വാസമായിട്ടുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് പുറത്ത് നമ്മളെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന് ഈ ആയുസ്സിൽ മറക്കാൻ പാടില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരാളെ പിന്നെ നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടല്ലോ. ആരെങ്കിലും പറഞ്ഞയച്ച ടാക്സി എടുക്കും. ആദ്യമായി നമ്മളെ പുറത്ത് കാത്തിരുന്നൊരു മനുഷ്യൻ, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കൈകൾ ഉയർത്തുന്ന നിമിഷങ്ങളിലൊക്കെയും ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കും. ആ എയർപോർട്ടിൻ്റെ പുറത്ത് നമ്മളെ കാത്തിരുന്ന മനുഷ്യൻ. വേറെ ആരൊക്കെയോ നമുക്ക് തന്നതാണ് നമ്മൾ മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുക്കുന്നത്.
നേരത്തെ ഇവിടെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ. ഈ അസോസിയേഷൻ കുറേ കാലമായി സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ തുടങ്ങുക എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. സത്യത്തിൽ അതെന്താണ്? സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സംസാരിക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു തെറപ്പി കൊടുക്കുന്ന, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ട ചികിത്സ കൊടുക്കുന്നൊരു സ്ഥലമാണ്. ഇതെന്താ സത്യത്തിൽ എന്താണ്? നമ്മൾക്ക് വേറെ കുറേ മനുഷ്യർ തന്നതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ നിങ്ങളുടെ മുന്നിൽ മൈക്ക് പിടിച്ച് ഞാനിങ്ങനെ നിൽക്കുന്നു. ഈയൊരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്താൻ കാരണക്കാരായ കുറേ മനുഷ്യന്മാരുണ്ട്. അവരൊന്നും നിങ്ങൾ അറിയില്ല, നിങ്ങൾ ഓർക്കുക പോലും ചെയ്യണ്ട. പക്ഷെ ഞാനവരെ മറക്കാൻ പാടില്ല. അവരൊക്കെ എനിക്ക് തന്ന ചിലതുണ്ട്. അതാണ് എൻ്റെ മുന്നിൽ വരുന്ന മനുഷ്യന് ഞാൻ കൊടുക്കേണ്ടത്. അത്രയേ ഉള്ളൂ. മലയാളത്തിൽ ഈ അടുത്ത് മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു സിനിമാ നടനുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സിനിമാ നടനൊന്നുമല്ല, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ അച്ഛനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അമ്മയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഈ അച്ഛനെ കുറിച്ചോ അമ്മയെ കുറിച്ചോ ഒക്കെ അദ്ദേഹം വളരെ ആവേശത്തോടെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ആകെയുള്ളത് ഒരു ചേട്ടൻ മാത്രമേ. അപ്പൊ ചേട്ടനെ കുറിച്ച് ചോദിച്ചു. ചേട്ടനെ കുറിച്ച് പറയാൻ വേണ്ടി ഇയാള് ആവേശത്തോടെ സംസാരം തുടങ്ങി. പക്ഷെ അയാൾക്ക് പറയാൻ കഴിഞ്ഞില്ല, സംസാരിക്കാൻ കഴിഞ്ഞില്ല. അയാളിങ്ങനെ വിങ്ങിപ്പൊട്ടുക. ഇവിടെ ഒരു ടിഷ്യൂ എടുത്തിട്ട് കണ്ണീരൊക്കെ തുടച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അദ്ദേഹം പറയുക, ചേട്ടനെ കുറിച്ച് എപ്പോൾ പറയാൻ തുടങ്ങുമ്പോഴും എനിക്ക് സങ്കടം വരും. അവൻ പറയാം. അതിൻ്റെ കാരണം അവൻ പറയുന്നത്, ഇവൻ എൻജിനീയറാണ് ശരിക്കും. പക്ഷെ അവന് എൻജിനീയറായി ജോലിയൊക്കെ കിട്ടിയിട്ട് ആ ജോലി രാജിവെച്ച് ഇവന് സിനിമാ നടനാകണം എന്നുള്ള ആഗ്രഹത്തിൽ നടന്ന സമയത്ത് ഇവൻ്റെ കയ്യിൽ പൈസയില്ല, വരുമാനമില്ലല്ലോ. ഭക്ഷണം കഴിക്കണം, വസ്ത്രം വാങ്ങണം, വണ്ടിയിൽ എണ്ണ അടിക്കണം, അങ്ങനെ കുറേ ആവശ്യമില്ലേ. ഇവൻ്റെ കയ്യിലൊന്നും ഒന്നുമില്ല. അപ്പൊ എല്ലാ മാസവും ഒരാൾ അവൻ്റെ കയ്യിലേക്ക് പൈസ കൊടുക്കും. അത് ചേട്ടനാണ്. ചേട്ടൻ കൊടുക്കുന്നത് 7,000 രൂപയാണ്. ചേട്ടനെന്ന ആകെ ശമ്പളം 14,000 രൂപയാണ്. ആകെ 14,000 രൂപ കിട്ടുന്ന ഒരാള് ജോലി കിട്ടിയിട്ടും അത് രാജിവെച്ച് സിനിമാക്കാരനാകണം എന്ന ഭ്രാന്തുമായി നടക്കുന്ന അനുജന്റെ കയ്യിലേക്ക് 7,000 രൂപ വെച്ചു കൊടുത്ത കഥ പറഞ്ഞിട്ട് ഈ അനുജൻ സങ്കടപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ? കോടികൾ ശമ്പളം വാങ്ങുന്ന സമയത്ത്. കോടികൾ ശമ്പളം വാങ്ങുന്ന സമയത്ത് പഴയ 7,000-ന്റെ കഥ പറഞ്ഞ് കണ്ണ് നിറയുന്നതിൻ്റെ പേരാണ് നന്ദി. കോടികൾ ശമ്പളം വാങ്ങുന്ന സമയത്ത് പഴയ 7,000-ന്റെ കഥ പറഞ്ഞ് കണ്ണ് നിറയുന്നതിൻ്റെ പേരാണ് നന്ദി. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം നന്ദി. മഹാനായ നോഹ പ്രവാചകനെ കുറിച്ച്, നൂഹ് നബിയെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു പേരുണ്ട്. പഠിച്ചോൻ ചില പ്രവാചകന്മാർക്ക് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. പേരെന്ന് പറഞ്ഞാൽ ഒരു വിശേഷണം. ഇബ്രാഹിം നബിയുടെ പേരെന്തായിരുന്നു? പഠിച്ചോൻ കൊടുത്ത പേര് എന്താ? എൻ്റെ ചങ്ങാഴി എന്ന് പറഞ്ഞത്. നമ്മളെ ഭാഷ പറയും, എൻ്റെ കമ്പനിക്കാരെന്ന് പറയില്ല. എന്താ പറഞ്ഞത്? സാധാരണ ഒരു അടിമയും ഉടമയും തമ്മിൽ സൗഹൃദം ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവുമോ? അടിമയും ഉടമയും തമ്മിൽ സൗഹൃദം ഉണ്ടാവില്ലല്ലോ. പഠിച്ചവൻ്റെ അടിമയല്ലേ ശരിക്കും ആ പ്രവാചകൻ. പക്ഷെ ആ പ്രവാചകനെ കുറിച്ച് പഠിച്ചവൻ പറയാണ്, അവൻ എൻ്റെ ചങ്ങാതിയാണ്. അതേപോലെ നൂഹ് നബിയെ കുറിച്ച് പഠിച്ചവൻ പറഞ്ഞിട്ടുള്ള പേരാണ്, കേട്ടിട്ടുണ്ടോ? പേര് കേട്ടിട്ടുണ്ടോ? നൂഹ് നബിയെ കുറിച്ച് പഠിച്ചവൻ പറഞ്ഞ പേര് കേട്ടിട്ടുണ്ടോ?
അബ്ദൻ ഷക്കൂർ. അബ്ദൻ ഷക്കൂർ. ഷക്കൂർ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവൻ. അതിനെക്കുറിച്ച് പറയണത് എന്താണെന്നറിയോ? അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം പഠിച്ചവനെ ധാരാളമായി സ്തുതിക്കാറുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പഠിച്ചവനെ ധാരാളമായി പുകഴ്ത്തും, നന്ദി പറയും. എനിക്ക് ടോക്സിക് ആയൊരു ഭക്ഷണം നിങ്ങൾക്ക് ടോണിക് തരുമോ? നിങ്ങൾക്ക് ടോണിക് ആയൊരു ഭക്ഷണം എനിക്ക് ടോക്സിക് തരുമോ? ഞാൻ ഏത് ഭക്ഷണവും കഴിക്കും എന്ന് പറയുന്ന ഒരാൾ പഠിച്ചവനോട് എത്ര നന്ദിയുള്ള ഒരാളാണ്. കാരണം അയാൾ എത്ര അനുഗ്രഹീതനായ മനുഷ്യനാണ് അല്ലേ? അയാൾ എത്ര അനുഗ്രഹീതനായ മനുഷ്യനാണ്. ഞാൻ എന്ത് കഴിക്കും, എനിക്കങ്ങനെ ആ ഭക്ഷണം പ്രശ്നമൊന്നുമില്ല എന്ന് പറയില്ല. അയാൾ എത്ര പഠിച്ചവനോട് ഗ്രേറ്റ്ഫുൾ ആയ മനുഷ്യനായിരിക്കണം. കാരണം എല്ലാവർക്കും എല്ലാ ഭക്ഷണവും പറ്റില്ലല്ലോ. അപ്പൊ നൂഹ് നബിയെ കുറിച്ച് പഠിച്ചവൻ പറഞ്ഞത് അദ്ദേഹത്തിന് നല്ല നന്ദി ഉണ്ടായിരുന്നു. അതിന്റെ കാരണമാണ് പറയുന്നത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പഠിച്ചവരോട് ധാരാളമായി സ്തുതി പറയും, നന്ദി പറയും. അപ്പോ കുറേ മനുഷ്യന്മാര് നമുക്ക് തന്നതാണ് നമ്മുടെ മുന്നിൽ വരുന്ന മനുഷ്യന് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളിലേക്ക് കയറുന്നു. നമ്മൾ ഷോപ്പ് ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ആവശ്യങ്ങളുടെ ഒക്കെ ഇടയിൽ നമ്മൾ വാഷ്റൂമിലേക്ക് കയറുന്നു. വാഷ്റൂമിലേക്ക് കയറി നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ വാഷ്റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ആ വാഷ്റൂമിലേക്ക് ഒരാൾ കയറും, ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി. നമ്മളിങ്ങനെ ഇറങ്ങാൻ വേണ്ടി അയാൾ കാത്തിരിക്കുന്നുണ്ടോ? നമ്മൾ ഇറങ്ങുന്നതോടെ അയാൾ അകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള മാലിന്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കുന്നൊരു മനുഷ്യനില്ലേ? ആ മനുഷ്യനും ഏതെങ്കിലും ഒരാളുടെ കണ്ണിൽ വലിയ മനുഷ്യനാണ്. അയാളെ കാത്തിരിക്കുന്ന കുട്ടികളുണ്ട്. അയാൾ വരാൻ വേണ്ടി കണ്ണ് നിറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട പെണ്ണുണ്ട്. അയാൾ ഹീറോ ആയിട്ടുള്ള മനസ്സുള്ള ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, അയാളുടെ മക്കളുണ്ട്. അവരുടെ മനസ്സിലെങ്കിലും അയാൾ ആരാണ്? അയാൾ വലിയൊരു മനുഷ്യനാണ് അല്ലേ? നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനോടും ഈ അർത്ഥത്തിലുള്ള ഒരു ആദരവ് മനസ്സിൽ സൂക്ഷിക്കാൻ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അയാൾ വലിയ മനുഷ്യനാണ്. അയാൾ ചെറിയ മനുഷ്യനല്ല, അയാൾ വലിയ മനുഷ്യനാണ്. പല മനുഷ്യരിൽ നിന്ന് നമുക്ക് കിട്ടിയത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ആ മനുഷ്യന്മാർക്കൊന്നും ഇത് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. നമുക്ക് തന്ന ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് വലിയ ഭാഗ്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ ആർക്കാണ് നമ്മളിത് കൊടുക്കേണ്ടത്? നമ്മുടെ മുന്നിൽ വരുന്ന മനുഷ്യൻ. അയാളെ ജഡ്ജ് ചെയ്യാതെ അയാളെ റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് എപ്പോഴാണോ കഴിയുന്നത്, യാതൊരു ജഡ്ജ്മെന്റും ഇല്ലാതെ അയാളെ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾക്ക് എപ്പോഴാണോ കഴിയുന്നത്, അപ്പൊ നമ്മൾ വലിയൊരു മനുഷ്യനായി, ഒരു ചെറിയ കുഞ്ഞിനെ പോലെ വലിയ മനുഷ്യനായി. അതാണ്. അപ്പൊ ആ അർത്ഥത്തില് മാഹി മുസ്ലിം മഹിള വെൽഫെയർ അസോസിയേഷൻ നാട്ടിൽ തുടങ്ങാൻ പോകുന്ന സ്ഥാപനം കുറച്ചു കാലം കഴിഞ്ഞാൽ അവിടെ സ്ഥാപനം ഉയരും. ആ ഉയരുന്ന സ്ഥാപനം എന്താണെന്നറിയോ? നിങ്ങൾ കുറച്ചു കാലം ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് നിങ്ങൾ ഉണ്ടാക്കുന്ന തെളിവുകൾ. അതാണ്. അപ്പൊ നമ്മള് നാട്ടിലുള്ളതിനേക്കാൾ നല്ല ഭക്ഷണം ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ അതൊക്കെ നമ്മൾ മറന്നുപോകും. നാട്ടിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ല കാറിൽ നമ്മളിവിടെ യാത്ര ചെയ്യുന്നുണ്ടോ, അതൊക്കെ നമ്മൾ മറന്നുപോകും. നാട്ടിലുള്ളതിനേക്കാൾ നല്ല സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ, അതൊന്നും ചിലപ്പോൾ നമ്മൾ ഓർക്കണമെന്നില്ല. അതൊക്കെ ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ് കുറച്ചു കാലം ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവെന്നായിരിക്കും. നിങ്ങൾ കുറെ കാലം കഴിഞ്ഞ് മാഹിയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങളൊരു സ്ഥാപനം കാണും. ആ സ്ഥാപനം നിങ്ങളുടെ കണ്ണിലിങ്ങനെ നിറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് നിങ്ങൾ കടന്നു കഴിഞ്ഞു പോയ ഒരു കാലം വരും. നിങ്ങൾ കുറച്ചു കാലം ഖത്തറിൽ ജീവിച്ചിരുന്നു എന്നതിന് നിങ്ങൾ എഴുതി വെച്ച ഒരു ഒപ്പാണ്, ഒരു സിഗ്നേച്ചറായിരിക്കും ആ സ്ഥാപനം. നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൽ മക്കളെ സന്യാസത്തിലേക്ക് പറഞ്ഞേക്കുമല്ലോ. ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പേ അവര് കുട്ടിയെ നേർച്ചയാക്കും. എനിക്കൊരു മകനുണ്ടായാൽ അല്ലെങ്കിൽ മോളുണ്ടായാൽ അവരെ ഞാൻ സന്യാസിയാക്കും. അങ്ങനെ നേർച്ച.
അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ സന്യാസത്തിന്റെ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ ഈ കുട്ടിയുടെ കൗമാര സമയത്ത്, കൗമാരത്തിലാണ്. ആ ചടങ്ങിന് പറയുന്ന പേര് ഉപനയനം എന്നാണ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? ഉണ്ടാവും, നമ്മുടെ പാട്ടിലൊക്കെ ഉണ്ട് ഉപനയനം. ഉപനയനം ചെയ്യും ഉഷസ്സിന് കൗമാരം എന്നൊരു പാട്ടിലുണ്ട്. കൗമാരം